ഹായ് നമസ്കാരം, എൻ്റെ പേര് അജയ് കാർത്തിക് എന്നാണ്. അപ്പോൾ ഞാൻ ഈ ചാനലിൽ ചെയ്യുന്ന വീഡിയോസ് മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്. ഈ ചാനൽ ചെയ്യുന്ന എല്ലാ വീഡിയോസും മെൻ്റൽ ഹെൽത്ത് അവയർനെസ്സിന് വേണ്ടി ചെയ്യുന്ന വീഡിയോസാണ്. ഇതൊരിക്കലും ഡയഗ്നോസിസിന് വേണ്ടി ഉപയോഗിക്കരുത്. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തെ പറ്റി സംസാരിക്കാം. ഇന്ന് ഞാൻ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നാർസിസിസം, ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണും ഒരു റേപ്പിസ്റ്റ് ആയിട്ടുള്ള പേഴ്സണും തമ്മിലുള്ള കമ്പാരിസണാണ്. ഇവരുടെ മൈൻഡ് സെറ്റ് തമ്മിലുള്ള ഒരു കമ്പാരിസണാണ്. ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ ടോപ്പിക്കിനെ കാണണം എന്നുള്ളതാണ് ഞാൻ ആദ്യമേ പറയുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. വീഡിയോ കാണുന്ന ആൺകുട്ടികളോട് ആദ്യമായിട്ട് പറയുകയാണ്, ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഓരോ വിക്ടിമാക്കപ്പെട്ട പെൺകുട്ടികൾ വന്നിട്ട് സിനിമാ മേഖലയിലുള്ളവർ ആണിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കറൻ്റ്ലി അവരുടെ അബ്യൂസുകൾ, അവരനുഭവിച്ച സെക്ഷൽ അസൾട്ട്, സെക്ഷൽ അബ്യൂസസൊക്കെ, റേപ്പ് കേസുകളടക്കം പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മെജോറിറ്റി ഓഫ് കേസസ് ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളിൽ നമ്മുടെ ഉത്തരവാദിത്തം എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, നമുക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. നമ്മൾ സ്ത്രീകൾക്ക് സേഫായിട്ടുള്ള എൻവയൺമെൻറ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ സേഫായിട്ട് സ്ത്രീകൾ തൊഴിലിടങ്ങളിലും ജീവിതത്തിലും അവർക്കൊരു സേഫായിട്ടുള്ള സ്പേസ് ഉണ്ടാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പാട്രിയാർക്കി എന്ന് പറയുന്ന ഒരു കാര്യം ഒരു ഫാക്റ്റാണ്. പുരുഷ മേൽക്കോയ്മ എന്ന് പറയുന്ന ഒരു ഫാക്റ്റാണ്. നമ്മൾ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിവിലേജുകളാണത്. ആ പ്രിവിലേജുകളിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിവിലേജ് എപ്പോഴും നേരായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു മികച്ച ടൂളാണ്, ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. കാരണം കൂടെ നിൽക്കുന്ന ആളിനെ വലിച്ച് മുകളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ട്, അവർക്കൊരു ഈക്വൽ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നൊരു കാര്യമാണ് പ്രിവിലേജ് നേരെ ഉപയോഗിക്കുക എന്നുള്ളത്. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഇത്തരത്തിലുള്ള ആൾക്കാരെ, ഇത്തരം ബിഹേവിയേഴ്സ് കാണിക്കുന്ന ആൾക്കാരെ, സ്ത്രീ വിരുദ്ധരായിട്ടുള്ള ആൾക്കാരെ, സ്ത്രീകളെ വളരെ മോശമായി ചിത്രീകരിക്കുകയും വളരെ മോശമായി കാണിക്കുകയും ആ രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ, നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ജെന്യുവൻ ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരെ സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അവരെ ഒറ്റപ്പെടുത്തണം. അത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ കഴിയണം. അത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയണം. അത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് നമ്മുടെ എഴുത്തിലൂടെ, നമ്മുടെ പോസ്റ്റുകളിലൂടെ, നമ്മൾ മറ്റു സുഹൃത്തുക്കളിൽ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ ഇങ്ങനെയുള്ള ആൾക്കാരെ എക്സ്പോസ് ചെയ്യണം. അത്തരത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒറ്റപ്പെടുത്തുന്നതിലൂടെയാണ് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന കാര്യം നടപ്പിലാക്കാനായിട്ട് പറ്റുക. സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഉത്തരവാദിത്വമല്ല, അത് പുരുഷന്മാരുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ പാട്രിയാർക്കി വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടും അവർ ഓപ്പറേഷൻ വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടും ഓപ്പറേഷൻ അനുഭവിക്കുന്നവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയുടെയും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന വാല്യൂസിൻ്റെയും ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും. ജെന്യുവനായിട്ടുള്ള ഓരോ വ്യക്തിയും അത് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണും ഒരു റേപ്പിസ്റ്റ് ആയിട്ടുള്ള പേഴ്സണും തമ്മിലുള്ള സിമിലാരിറ്റികൾ, ഒന്നാമത്തെ സിമിലാരിറ്റിയാണ് ലാക്ക് ഓഫ് എമ്പതി എന്നുള്ളത്. ഇവർ രണ്ടു കൂട്ടർക്കും എമ്പതി ഉണ്ടാവില്ല. എമ്പതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞൊരു കാര്യമാണ്. നമുക്ക് മറ്റൊരാളുടെ ഇമോഷൻസ് മനസ്സിലാക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുമുള്ളൊരു കഴിവിനെയാണ് എമ്പതി എന്ന് പറയുന്നത്. ഇമോഷണലി അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കാനുള്ള കഴിവിനെയാണ് എമ്പതി എന്ന് പറയുന്നത്. അത് ഒട്ടുമില്ലാത്ത ആൾക്കാരായിരിക്കും ഒരു നാർസിസ്റ്റും ഒരു റേപ്പിസ്റ്റും. ഒരു നാർസിസ്റ്റിൻ്റെയും ഒരു റേപ്പിസ്റ്റിൻ്റെയും രണ്ടാമത്തെ സിമിലാരിറ്റിയാണ് സെൻസ് ഓഫ് എൻറ്റൈറ്റിൽമെൻറ്റ് എന്നുള്ളത്. അതായത് ഈ രണ്ട് ആൾക്കാരും വിശ്വസിക്കുന്നത് ദേ ഹാവ് ദ റൈറ്റ് ടു ഗെറ്റ് വാട്ട് ദേ വാണ്ട്. അതായത് അവർക്ക് എന്താണ് ആവശ്യമുള്ളത്, എന്താണ് വേണ്ടത് എന്നുള്ളത്, അത് കിട്ടാനുള്ള റൈറ്റ് അവർക്കുണ്ടാകുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ കോൺസിക്വൻസസ്. എന്ത് കോൺസിക്വൻസ് ആയാലും, എന്ത് ജയിലിൽ പോകേണ്ടി വന്നാലും, വധശിക്ഷ നേരിടേണ്ടി വന്നാലും, എന്ത് നേരിടേണ്ടി വന്നാലും, റേപ്പിസ്റ്റിൻ്റെ ഫോർ എക്സാമ്പിൾ അവർക്ക് ഇത് ചെയ്യണം അല്ലെങ്കിൽ ഈ ക്രൈം കമ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ആ കമ്മിറ്റ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് അതിന് ഫോർ എക്സാമ്പിളായിട്ട് കാണാൻ പറ്റുന്ന കാര്യമാണ്, ഇതിനു മുമ്പ് റേപ്പിൽ നിർഭയ കേസിൽ റേപ്പ് ചെയ്ത ആ ഒരാൾ ജയിലിൽ പോയി ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യം, 9 മണിക്ക് ശേഷം ഇറങ്ങി നടക്കുന്ന ഒരു സ്ത്രീയെ അവരാണ് മോശക്കാരി, അല്ലെങ്കിൽ ആ സ്ത്രീയാണ് മോശമായിട്ടുള്ള ആൾ, അപ്പോൾ റേപ്പ് ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട് എന്നുള്ള രീതിയിലാണ് അന്ന് അയാൾ സംസാരിച്ചത്. ഇത് തന്നെയാണ് എക്സാമ്പിൾ റേപ്പിസ്റ്റിൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നാർസിസ്റ്റിൻ്റെയും സിമിലർ മൈൻഡ് സെറ്റാണ്.
അവർക്കും സെൻസ് ഓഫ് എൻറ്റൈറ്റിൽമെൻറ്റ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ അബ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു റിലേഷൻഷിപ്പിൻ്റെ എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന അബ്യൂസുകൾ, അവർ ചെയ്യുന്ന മോശമായിട്ടുള്ള കാര്യങ്ങൾ, മാനിപ്പുലേഷൻ, കൺട്രോളിങ് ബിഹേവിയർ, നിങ്ങളുടെ മേളിൽ പവർ എടുക്കുന്ന കാര്യങ്ങൾ, ഗ്യാസ് ലൈറ്റിംഗ്, മാനിപ്പുലേഷൻ, ലൈക്ക് എവറിത്തിങ്, ഇതെല്ലാം എനിക്ക് ചെയ്യാൻ അവകാശമുണ്ട്, അല്ലെങ്കിൽ ഞാനത് ഈ ചെയ്യുന്നത് എനിക്കൊരു തെറ്റുമല്ല എന്ന് കരുതുന്ന ആൾക്കാരാണ് നാർസിസിസ്റ്റുകളും റേപ്പിസ്റ്റുകളും. പിന്നെ ഇവരുടെ മൂന്നാമത്തെ സിമിലാരിറ്റിയാണ് മാനിപ്പുലേറ്റീവ് ടാക്ടിക്സ്. അത് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ മറ്റുള്ളവരെ തന്ത്രപൂർവ്വം കയ്യിലെടുക്കാനുള്ള, തന്ത്രപൂർവ്വം കബളിപ്പിക്കാനുള്ള രണ്ട് കൂട്ടരുടെയും അബിലിറ്റി. അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന സിറ്റുവേഷൻസ് തന്നെ നോക്കുക. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അതിലെ വിക്ടിം ആകപ്പെട്ടവർക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ് പ്രൈമറി ഫോക്കസ് ആയിട്ട് നിൽക്കേണ്ടത്. അതിന് പകരം ഒരുപാട് പേര് നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൊക്കെ കാണുന്നുണ്ടായിരിക്കും ഓരോ പോസ്റ്റുകളുടെ അടിയിലും ഈ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്ത് വിടുക എന്നുള്ളതും, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റ് രീതിയിലാക്കുക എന്നുള്ളതും, വിക്ടിം ബ്ലെയിമിങ്ങിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതും. അതായത് നാർസിസിസ്റ്റുകളുടെ ഒരു ക്ലാസിക് ട്രേറ്റ് ആണ് ഈ ഫോക്കസ് ഈ പറയുന്ന പെർപെട്രേറ്റേഴ്സിൻ്റെ നിന്നും ഈ പറയുന്ന അസോൾട്ട് ചെയ്ത ആൾക്കാരിൽ നിന്നും മാറ്റി ബ്ലെയിം ഷിഫ്റ്റ് ചെയ്ത് വിക്ടിമിലേക്ക് ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കുക എന്നുള്ളത്, അതിനുവേണ്ടി സമർത്ഥിക്കുക എന്നുള്ളതും, അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതും ഈ മാനിപ്പുലേറ്റീവ് ബിഹേവിയേഴ്സ് ഉള്ളവരുടെ ലക്ഷണങ്ങളാണ്. അതിൽ നാർസിസിസ്റ്റുകളും റേപ്പിസ്റ്റുകളും ഇതിൽ മാസ്റ്റേഴ്സാണ് എന്നുള്ളതാണ്. നാലാമത്തെ സിമിലാരിറ്റിയാണ് പവർ ആൻഡ് കൺട്രോൾ എന്നുള്ളത്. നമ്മൾ നാർസിസിസ്റ്റിൻ്റെ വീഡിയോസിൽ എപ്പോഴും പറയുന്ന കാര്യമാണ്, നാർസിസിസ്റ്റിൻ്റെ പ്രിയപ്പെട്ട കാര്യമാണ്, അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അയാൾക്ക് ആവശ്യമുള്ള കാര്യമാണ് നിങ്ങളുടെ മേലിലുള്ള പവർ ആൻഡ് കൺട്രോൾ. വിക്ടിമിൻ്റെ മേലിൽ പവർ ആൻഡ് കൺട്രോൾ എടുക്കുക എന്നുള്ളത് ഒരു റേപ്പിസ്റ്റിനും വളരെയധികം ആവശ്യമുള്ളൊരു കാര്യമാണ്. ഈ രണ്ട് കൂട്ടർക്കും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അവർ ഈ ശ്രമങ്ങളെല്ലാം നടത്തുന്നത്. അപ്പോൾ ഈ നാർസിസ്റ്റുകളാണെങ്കിലും റേപ്പിസ്റ്റുകളാണെങ്കിലും ശരി, അവർക്ക് സ്ത്രീകളുടെ മേലെ ആ പവറും കൺട്രോളും എടുക്കാൻ ചെയ്യുന്ന ടൂൾസാണ് ഈ അബ്യൂസുകളും റേപ്പും എല്ലാം. ഈ നാർസിസം റേപ്പും പറയുന്ന പോലെ ലൈക്ക് ഒരു സ്പെക്ട്രം ആണല്ലോ ഇത്. ശരിക്കും ഒരു നാർസിസ്റ്റിൻ്റെ തന്നെ ക്ലാസിക് നാർസിസ്റ്റ്, കോവർട്ട് നാർസിസ്റ്റ്, മാലിഗ്നന്റ് നാർസിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇവരുടെ വിഷ്യസ്നെസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതിൽ തന്നെ ഒരു സെക്ഷൽ ബിഹേവിയേഴ്സിൻ്റെ, നാർസിസ്റ്റിക്കിൻ്റെ സെക്ഷൽ ബിഹേവിയേഴ്സിനെ പറ്റിയിട്ടൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ ഞാൻ പിൻ ചെയ്ത് വെക്കാം, അതൊന്ന് കണ്ടു നോക്കുക. അതിൽ പറയുന്ന കാര്യങ്ങളുമായിട്ട് വളരെ റിലേറ്റഡ് ആണ് റേപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം. റേപ്പ് എന്ന് പറയുന്ന ഒരു ക്രൈം എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ ക്രൈമിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ റേപ്പിസ്റ്റുകളെ അനലൈസ് ചെയ്യുന്നത്. ക്രിമിനൽ സൈക്കോളജിസ്റ്റുകളുടെ ഫൈൻഡിങ്സിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഒരു റേപ്പിസ്റ്റ് ഒരു നാർസിസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കൂട്ടരുടെയും ആ ഒരു ഈ സ്പെക്ട്രത്തിലെ ആ ഒരു ഇൻറ്റൻസിറ്റിയിലെ വ്യത്യാസം, അല്ലെങ്കിൽ ഇവരുടെ എന്താ പറയുന്നത്, എത്രത്തോളം ഇവർ ഒരു വിക്ടിമിനെ ടോർച്ചർ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് ഈ വ്യത്യാസങ്ങളൊക്കെ വരുന്നത്. പിന്നെ അതും റേപ്പ് കൾച്ചറും സോഷ്യൽ ഫാക്ടേഴ്സും എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സും ഒക്കെ ഇതിനകത്തൊരു ഘടകമായിട്ട് വരുന്ന കാര്യമാണ്. ഒരു നാർസിസ്റ്റിൻ്റെയും ഒരു റേപ്പിസ്റ്റിൻ്റെയും ഡിഫറൻസുകളിൽ നമ്പർ 1 ആയിട്ടുള്ള ഒരു ഡിഫറൻസാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ഇവർ രണ്ട് കൂട്ടരുടെയും ഫോക്കസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. ഒരു നാർസിസ്റ്റിൻ്റെ ഫോക്കസ് അയാളുടെ നീഡ്സിനെയും ഡിസയേഴ്സിനും വേണ്ടിയിട്ടുള്ള ഫോക്കസ് ആയിരിക്കും അയാൾക്കുണ്ടായിരിക്കുക. ഒരു റേപ്പിസ്റ്റിന് സെക്ഷുവലായിട്ടുള്ള അയാളുടെ നീഡ്സ്, സെക്ഷുവലായിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷനും പവർ സ്ത്രീകളുടെ മേലിൽ നിന്ന് എടുക്കുക, സ്ത്രീകളെ അയാളുടെ സെക്ഷുവൽ ആയിട്ടുള്ള ഹരാസ്മെൻറ്റിലൂടെ അവർക്ക് മേലിലുള്ള ഒരു പവർ എടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ഒരു റേപ്പിസ്റ്റിൻ്റെ മൈൻഡ് സെറ്റ്. അയാൾക്ക് അതിൽ നിന്നൊന്നും വല്ലാത്ത ഹരം കിട്ടുന്നുണ്ട് ആ ഒരു പവർ എടുക്കുന്നതിൽ. പിന്നെ ഒരു നാർസിസ്റ്റിൻ്റെയും റേപ്പിസ്റ്റിൻ്റെയും മൈൻഡ് സെറ്റിൽ ഡിഫറൻസ് ആയിട്ട് പറയാവുന്ന നമ്പർ 2 ആയിട്ടുള്ളൊരു കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കൺസെൻറ്റ് എന്ന് പറയുന്നത്. ഒരു നാർസിസ്റ്റ് വളരെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അയാൾ ഗ്യാസ് ലൈറ്റ് ചെയ്തുകൊണ്ട്, നിങ്ങളെ ഗിൽറ്റ് ട്രിപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മേലെ കൺട്രോൾ എടുക്കുകയും ആ കൺട്രോളിലൂടെ നിങ്ങളുടെ കൺസെൻറ്റ് വാങ്ങിക്കാനുമാണ് അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു റേപ്പിസ്റ്റ് കൺസെൻറ്റിനെ കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്യുന്ന ആളാണ്. അയാളുടെ ഡിക്ഷണറിയിൽ കൺസെൻറ്റ് ഇല്ല. മൂന്നാമത്തെ ഡിഫറൻസ് വയലൻസ് ആണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ റേപ്പ് എന്ന് പറയുന്നത് ഒരു ആക്ട് ഓഫ് വയലൻസ് ആണ്. നാർസിസം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമുക്കറിയാവുന്ന പോലെ തന്നെ അബ്യൂസീവായിട്ടുള്ള ബിഹേവിയേഴ്സ് എല്ലാം ഉണ്ടെങ്കിലും ഫിസിക്കൽ അഗ്രഷൻ ഇതുപോലെ റേപ്പ് പോലെ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസിക് നാർസിസ്റ്റിൻ്റെ കാര്യമാണെന്ന് വയ്ക്കുക. ആ നാർസിസ്റ്റ് എപ്പോഴും അറിയാമല്ലോ അവരുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ ഇന്നതൊക്കെയാണ്. അതിനകത്ത് ആദ്യത്തെ കാറ്റഗറിയിൽ പെടുന്ന ആ ഒരു ഇതിന് ഈ ഒരു സ്പെക്ട്രത്തിൽ തുടക്കത്തിൽ നിൽക്കുന്ന നാർസിസ്റ്റുകൾ ഒബ്വിയസ്ലി ഫിസിക്കൽ അഗ്രഷൻ കുറവുള്ളവരായിരിക്കും. അതിനൊപ്പം ഈ മാലിഗ്നന്റ് നാർസിസ്റ്റുകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അവരിൽ ഒബ്വിയസ്ലി ഈ ഫിസിക്കൽ അഗ്രഷനൊക്കെ ഉണ്ട്.
ഞാനിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പർട്ടിക്കുലർ ഡിഫറൻസസ് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു നാർസിസിസ്റ്റും റേപ്പിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിലെ കീ ആയിട്ടുള്ളൊരു ഡിഫറൻസ് ആണ് ലീഗൽ ഇംപ്ലിക്കേഷൻസ്. ഒബിയസ്ലി റേപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ ക്രൈമാണ്. റേപ്പ് എന്ന് പറയുന്നത് ഹൈലി പണിഷബിൾ ആയിട്ടുള്ളൊരു ക്രൈമാണ് നിയമപരമായിട്ട്. എന്നാൽ നാർസിസം എന്ന് പറയുന്നത് നമുക്കിപ്പോഴും നിയമപരമായിട്ട് തെളിയിക്കാൻ എവിഡൻസുകൾ ആവശ്യമാണ്. എപ്പോഴും ഡൊമസ്റ്റിക് അബ്യൂസിൻ്റെ രീതിയിലാണ്, ഇമോഷണൽ അബ്യൂസിൻ്റെയും ഫിസിക്കൽ അബ്യൂസിൻ്റെയും രീതിയിലുള്ള എവിഡൻസുകൾ കളക്ട് ചെയ്തുകൊണ്ടാണ് ഒരു നാർസിസിനെതിരെ നമ്മൾ നിയമപരമായ നടപടിയെടുക്കേണ്ടത്. ഇനി ഞാൻ പ്രധാനമായിട്ടുള്ള കാര്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഈ കമ്പാരിസൺ ഡേഞ്ചറസ് ആകുന്നത് എന്നുള്ളത്. ഒരു നാർസിസ്റ്റിനെയും ഒരു റേപ്പിസ്റ്റിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് പലപ്പോഴും മിസ്ലീഡിങ്ങും ഹാംഫുള്ളുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിനൊന്നാമത്തെ കാരണം ഈ ട്രോമ മിനിമൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഒരു നാർസിസ്റ്റിക് അബ്യൂസ് ആണെങ്കിലും റേപ്പ് കാരണം ഉണ്ടായ അബ്യൂസ് ആണെങ്കിലും ഇത് രണ്ടും വിക്ടിമാകപ്പെടുന്ന ആളിന് ഉണ്ടാക്കുന്ന വേദന, ട്രോമ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ ട്രോമയെ ചെറുതാക്കി കാണിക്കാനോ വലുതാക്കി കാണിക്കാനോ നമുക്ക് പറ്റില്ല. ഈ രണ്ട് ട്രോമയും വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ചെറിയ വേദനയും വലിയ വേദനയും വേദനയാണ് എന്ന് പറയുന്ന പോലെ തന്നെ ഇതിൽ ചെറിയ വേദന വലിയ വേദന എന്നുള്ളൊരു ഡിഫറൻസ് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇമോഷണലി, ഫിസിക്കലി, മെൻ്റലി എല്ലാ രീതിയിലും അഫക്റ്റ് ചെയ്യപ്പെടുന്ന കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങളും. അതുകൊണ്ടാണ് ഇതൊരു ഡേഞ്ചറസ് കമ്പാരിസൺ ആവുന്നത്. കാരണം ദിസ് ക്യാൻ ബി മിസ്ലീഡിങ്. ഇത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള കമ്പാരിസൺ ആവാൻ എന്തുകൊണ്ടാണ് ആവുന്നത് എന്നുള്ളതിനുള്ള രണ്ടാമത്തെ കാരണമാണ് ഇത് വിക്ടിം ബ്ലെയിമിങ്ങിലേക്ക് നയിക്കും എന്നുള്ളത്. നമ്മളെപ്പോഴും പറയുമ്പോൾ തന്നെ എന്ത് കാര്യവും സ്വിച്ച് ചെയ്ത് വിക്ടിം ബ്ലെയിമിങ്ങിലേക്ക് നടത്താൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന രണ്ട് കൂട്ടരാണ് ഈ നാർസിസ്റ്റുകളും റേപ്പിസ്റ്റുകളും. ഇവർ എനേബിൾ ചെയ്യുന്ന ആൾക്കാർ. ഒരു നാർസിസ്റ്റിൻ്റെ അടുത്ത് പോയി പെടുന്നതും ഒരു റേപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി പെടുന്നതും വിക്ടിമിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഈ ഒരു കമ്പാരിസൺ കൊണ്ടുവന്ന് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടും കൂടെയാണ് ഇതൊരു ഡേഞ്ചറസ് കമ്പാരിസൺ ആണെന്ന് പറയാൻ കാരണം. പിന്നെ മൂന്നാമത്തെ കാരണം ഇത് ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യപ്പെടേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കൂടെയാണ്, പ്രത്യേകിച്ച് നാർസിസത്തിൻ്റെ കാര്യത്തിൽ. നമുക്ക് നാർസിസിസ്റ്റ് ആയിട്ടുള്ള ഒരാളിനെ ഒരിക്കലും ഡയഗ്നോസിസിന് പോകാൻ അയാൾ തയ്യാറാവില്ല എന്നുള്ളത് മിക്കവാറും മോസ്റ്റ് ഓഫ് ദി കേസസിൽ അങ്ങനെ തന്നെയാണ്. ഒരു നാർസിസിസ്റ്റ് എപ്പോഴും ഞാൻ പെർഫെക്റ്റ് ആണ് എന്നാണ് പറയുക. പക്ഷേ വിക്ടിമാക്കപ്പെട്ട ആൾക്ക് മുമ്പോട്ട് വരാനും വിക്ടിമാക്കപ്പെട്ട ആൾക്ക് ഒരു തെറാപ്പി എടുക്കാനും, അയാൾ ആക്ച്വലി വിക്ടിമാക്കപ്പെട്ട ആളാണ് തെറാപ്പി എടുക്കേണ്ടത്. പക്ഷേ അവരിപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് തെറാപ്പി എടുക്കുന്ന കാര്യത്തിൽ. സോ അതിന് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു കാര്യമായിരിക്കും ഈ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ടും ചെയ്യേണ്ട കാര്യം വിക്ടിമായപ്പെട്ട ആളാണ് പോയി ഈ നാർസിസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഒരു തെറാപ്പിസ്റ്റിനോട് സൈക്കോളജിസ്റ്റിനോട് സംസാരിക്കേണ്ടത്. നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ട സൊല്യൂഷൻ കൃത്യമായിട്ട് അവിടെ നിന്ന് കിട്ടും. കാരണം അവർ കൃത്യമായിട്ട് എന്തായിരുന്നു നിങ്ങൾ അനുഭവിച്ചതെന്നും എന്തിലേക്കാണ് നിങ്ങൾ മാറേണ്ടതെന്നും നിങ്ങളെ മനസ്സിലാക്കി തരും. പിന്നെ ഇതിൻ്റെ സൊല്യൂഷൻസ് ആയിട്ട് പറയാനുള്ള കാര്യം ഈ നാർസിസത്തെക്കുറിച്ചായാലും റേപ്പിനെ കുറിച്ചായാലും എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എഡ്യൂക്കേറ്റ് ആൻഡ് അവെയർ. നമ്മൾ പലപ്പോഴും നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം, മലയാളികളുടെ പൊതുവേ നമ്മുടെ രാജ്യത്ത് പൊതുവെയുള്ള ആൾക്കാരുടെയും പൊതുവേ മനുഷ്യൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ അവിടെ തീരുന്നില്ല. ലൈക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അക്കാഡമിക്കലി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളല്ല. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പിന്നെയും ഓരോ ദിവസവും നമ്മുടെ ലൈഫിൽ സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതുമാണ്. കാരണം നിങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ബേസിക് സൈക്കോളജി ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഒക്കെ എല്ലാ മനുഷ്യനും മനസ്സിലാക്കിയിരിക്കണം. എന്നാലേ ഇവിടെ നമുക്ക് സേഫായിട്ട് നിലനിൽക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള നോളജ്, ചരിത്രബോധം വളരെയധികം ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ തന്നെ ഇപ്പോഴത്തെ ആൾക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്കിടയിൽ ജീവിക്കുന്നത്, നമുക്ക് ചുറ്റും ജീവിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് അതിനുള്ള സോഴ്സസ് ഉണ്ട്. നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ട്, നമുക്ക് ഇതുപോലെ ChatGPT പോലുള്ള AI പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതുവഴിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് ഒരുപാട് കളക്ട് ചെയ്ത് ഇതിനെപ്പറ്റിയൊക്കെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാക്സിമം ഇതിനെക്കുറിച്ച് വായിക്കുക എന്നുള്ളതും ഇത്തരം വീഡിയോസ് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതും നിങ്ങൾ ഈ കാര്യങ്ങളിൽ അവയർനെസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രൊവൈഡ് സപ്പോർട്ട് ടു ദ വിക്ടിംസ് എന്നുള്ളത്. ഇതിൽ വിക്ടിമാക്കപ്പെട്ട ആൾക്കാർക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അവർക്ക് വേണ്ട റിസോഴ്സസും സപ്പോർട്ട് ഗ്രൂപ്പ്സും
തെറാപ്പിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്കൊരു ഹെൽപ്പ് ലൈൻ നമ്പേഴ്സിലേക്ക് അവരെ കണക്ട് ചെയ്ത് കൊടുക്കുന്നതും ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടെത്തി കൊടുക്കുന്നതും നമുക്ക് കൂടുതൽ നമ്മൾ ഓൺലൈനിൽ റിസർച്ച് ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ, നമുക്ക് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണെങ്കിൽ നിങ്ങളുടെ എമ്പതി ഉപയോഗിച്ച് എന്തൊക്കെ ഹെൽപ്പ് നിങ്ങൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം വിക്ടിമാക്കപ്പെടുന്ന ആളിന് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. റേപ്പ് കേസ്, സെക്ഷൽ അസൾട്ട്, നാർസിസിസ്റ്റിക് അബ്യൂസ് വരെയുള്ള കാര്യങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള ലോ എൻഫോഴ്സ്മെൻറ്റ് വരുന്ന വരെയും നമ്മൾ ശബ്ദമുയർത്തണം, നമ്മൾ പ്രതിഷേധിക്കണം, നമ്മൾ പ്രതികരിക്കണം, എഴുതുന്നവർ എഴുതണം, പറയുന്നവർ പറയണം, പോസ്റ്റുകൾ ഷെയർ ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഉടനെ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.